എന്തിനാണ് നമ്മൾ മഹബത്ത് വെക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കൽ ആണ് മഹബത്തിൻ്റെ പൂർണ്ണരൂപം എന്ന് വിചാരിക്കരുത്. അങ്ങനെ വിശ്വാസം പൂർണ്ണമായിട്ടും ഉണ്ടായിട്ടും നീ യഥാർത്ഥ മോമിനാവുന്നില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് വിശ്വാസത്തിലും അപ്പുറത്താണ് മഹബത്തിൻ്റെ ഏരിയ എന്നത് പഠിപ്പിക്കാൻ കൂടിയാണ്. തങ്ങളെ നമ്മൾ മഹബത്ത് വെക്കുന്നത് നമുക്ക് ഈ ലോകത്തിൽ ലഭിച്ച മുഴുവൻ അനുഗ്രഹങ്ങളും തങ്ങളുടെ കാരണം കൊണ്ടാണ്. നമുക്ക് വേണ്ട ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങളും അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് പറഞ്ഞു തരാതെയാണ് അവിടുന്ന് പോയത്? എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോൾ വിരിപ്പ് കൊടയണേ, പുതപ്പ് കൊടയണേ, രാത്രി തീ അണക്കണേ, വാതിലടക്കണേ, ബിസ്മി ചൊല്ലണേ, പാത്രം കമഴ്ത്തി വെക്കണേ. ഇതെന്താണെന്ന് നോക്കി നിങ്ങൾ എല്ലാം പറഞ്ഞു. 50 വക്ത് കാര്യമായി അള്ളാഹു നിസ്കാരം സമ്മാനമായി കൊടുത്തപ്പോൾ 9 വട്ടം തിരിച്ചുപോയി. തങ്ങൾക്ക് റിസ്ക് ആയതുകൊണ്ടൊന്നുമല്ല. തങ്ങളുടെ 2 റക്അത്ത് തഹജ്ജുദ് തന്നെ 5 അല്ലെങ്കിൽ 6 മണിക്കൂർ ഉണ്ടാവും. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹക്ക് ശേഷം ബഖറയും ആലു ഇമ്രാനും നിസാഒക്കെ ഓതും. റുക്കുവും സുജൂദും 200 ആയത്തിന്റെ ഖദറുള്ള തസ്ബീഹ്. രണ്ടാമത്തെ റക്അത്ത് ഒന്നാം റക്അത്തിനേക്കാൾ കുറച്ച് ഷോർട്ടായത്. ഇങ്ങനെ 2 റക്അത്ത് മാത്രമല്ല 6ഉം 8ഉം ഒക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്ന റിപ്പോർട്ടുകൾ നമുക്ക് ഹദീസിൽ കാണാം. ജുല്ലുഹു ഔ കൊല്ലുഹു എന്നാണ് ഇബ്നു അജീബ വലംതു സുന്നത്തമൻ എന്ന ബുർദക്ക് ശറഹ് എഴുതുമ്പോൾ പറയണത്. രാത്രിയുടെ ഏറെക്കുറെ ഭാഗവും അവിടുന്ന് 2 റക്അത്ത് തഹജ്ജുദ് ഉണ്ടായിരുന്നു. ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്ന തങ്ങൾക്ക് 50 വക്തൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ ഓർത്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക്, അള്ളാഹു ഉദ്ദേശിച്ച ഇടത്തിലേക്ക് പോയി മടക്കി മടക്കി കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ 45, 40, 45, 30, 25, 20 കഴിയൂല നബി, എൻ്റെ ഉമ്മത്തിന് ആവൂല എന്നാ പറയണത്. കണ്ടോ കണ്ടോ? ഈ തങ്ങളെ നമ്മൾ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? എങ്ങനെ സ്നേഹിച്ചാലാണ് അവിടത്തേക്ക് സ്നേഹമാവുക? ആ ഇമ്മത്ത് പറഞ്ഞു, തല മുതൽ കാലുവരെ രോമം മുളക്കുന്ന മുഴുവൻ രോമകൂപങ്ങളിലും മഹബത്തിന്റെ രോമം മുളച്ചു എന്ന് കരുതുക. നമ്മുടെ തല മുതൽ കാലുവരെ. റബിയുൽ അവ്വലിൽ ഒരു സ്പാർക്കല്ല, മൗലിദിന്റെ സദസ്സിൽ മാത്രമുള്ള ഒരു ഈണമല്ല. നമ്മുടെ ജനനം അല്ലെങ്കിൽ ജീവിതം തന്നെ തല മുതൽ കാലുവരെ മഹബത്തിന്റെ രോമങ്ങളുള്ള, ശരീരം മുഴുവൻ മഹബത്ത് കൊണ്ട് പൊതിയുന്ന ഒരു ശരീരമാണ് എന്ന് കരുതുക. എന്നാലും മഹബത്തിന്റെ ഒരു ഏരിയയിൽ നമുക്ക് എത്താൻ പറ്റൂല. അത്രമാത്രം നമുക്ക് ഇങ്ങോട്ട് തങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതാണ് ജലാഉൽ അഫ്ഹാം പറഞ്ഞത്, ശ്വാസോച്ഛ്വാസങ്ങൾ മുഴുവനും, ശ്വാസം പുറത്തേക്ക് വിടുന്നതും ഉള്ളിലേക്ക് വലിക്കുന്ന മുഴുവൻ സമയങ്ങളിലും ഒരാൾ തങ്ങളുടെ പേരിൽ സ്വലാത്ത് എല്ലിയാൽ തങ്ങളോടുള്ള കടപ്പാട് പൂർത്തിയാവില്ല. മഹബത്ത് എന്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് പറയാൻ ശ്രമിക്കുന്നത്. നമുക്ക് എല്ലാം ചെയ്തു തന്ന, നമുക്ക് എന്തൊക്കെ നിഅമത്ത് ലഭിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ലഭിക്കാൻ സബബായ, കാരണമായ തങ്ങളെ നമ്മൾ മഹബത്ത് വെക്കണം. അപ്പോഴേ നമ്മൾ സ്വർഗത്തിലെത്തുള്ളൂ എന്നല്ല. സ്വർഗത്തിലെ സ്ഥാനം, സ്വർഗത്തിലെ ഡിഗ്രി, സ്വർഗത്തിലെ ദറജ കണക്കാക്കുന്നത് അലാ ഖദ്രി മഹബ്ബത്തിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനോടുള്ള മഹബത്തിന്റെ ഖദർ അനുസരിച്ച്. ഒരാൾക്ക് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അയാൾക്ക് അത്രയും മഹബത്തുണ്ട് എന്നാണ്. ഒരാൾ സ്വർഗത്തിലെത്തുന്നു, അയാൾക്ക് മഹബത്ത് ലേശമുണ്ട്. ഒരാൾ സ്വർഗത്തിലെ ഹൈ ലെവലിലെത്തുന്നു, അയാൾക്ക് അത്രമാത്രം സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കാൻ കാരണം മഹബത്തിന്റെ ഖദർ അത്രമാത്രം അയാളുടെ കൽബിലുണ്ട്. നേരെ ഓപ്പോസിറ്റും അങ്ങനെ തന്നെ. തങ്ങളെ കൊണ്ട് വിശ്വസിക്കാത്തവർ നരകത്തിലെത്തും, ശിക്ഷ ലഭിക്കും. തങ്ങളെ കൊണ്ട് അവിശ്വസിച്ചു എന്ന് മാത്രമല്ല, തങ്ങളെ ചീത്ത വിളിച്ചു, കാർട്ടൂൺ വരച്ചു, അസഭ്യം പറഞ്ഞു, അയാൾക്ക് നരകം മാത്രം കൊടുക്കുമെന്ന് ചെയ്യില്ല, നരകത്തിന്റെ പടുകുഴിയിൽ. മഹബത്ത് എന്ന് പറയുന്നതാണ്, തങ്ങളാണ് അച്യുതണ്ട്. സ്വർഗനരകത്തിന്റെ കണക്ക് ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നത് തങ്ങളായിരിക്കും. റാസിമാമിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ സ്വർഗം മുത്തുനബിക്ക് അല്ലാഹു കൊടുത്തു, വേണ്ടവർക്ക് സ്ക്വയർ ഫീറ്റ് വിഹിതം വെച്ചു കൊടുക്കാം. സുയൂത്ത് ഇമാമിന്റെ റിസാലകളിൽ അത് വിശദീകരിക്കുന്നുണ്ട്. കുറെ കൂടി നല്ല പഠനത്തിന് വസായിലുൽ വുസൂൽ ഇലാ ശമാഇലിർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബ്ഹാനി ഇമാം കൊണ്ടുവരുന്നുണ്ട്.
മഹബത്ത് എന്ത് എന്നതിലേക്ക് നമുക്ക് പോകാം. എന്താണ് മഹബത്ത്? എന്താണ് മഹബത്ത്? മഹബത്തിന് ഡെഫിനിഷൻ പറയാനാവുമോ എന്ന ആശങ്കയിലാണ് പല മഹാന്മാരും കിതാബിൽ എഴുതി വെച്ചത്. കാരണം അതൊരു വിജ്ദാൻ, അതൊരു ടേസ്റ്റാണ്, മനസ്സിൽ അനുഭവിക്കുന്ന ഒരു ടേസ്റ്റ്. അതിനെങ്ങനെയാ അക്ഷരങ്ങൾ കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ നിൽക്കാത്തത് മഹബത്തുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടും എന്ന് ഉറപ്പിച്ചിട്ടും മദീനയിൽ തന്നെ നിൽക്കുന്നത് മഹബത്തുണ്ട്. അപ്പൊ എന്ത് മഹബത്ത്? മദീനയിൽ നിൽക്കുന്നു മഹബത്തുണ്ട്, മദീനയിൽ വരുന്നില്ല മഹബത്തുണ്ട്. അപ്പോൾ മഹബത്ത് എന്ത് എന്ന് പറയാൻ അക്ഷരങ്ങളുടെ കൂട്ടങ്ങൾ കൊണ്ട് സാധിക്കില്ലെന്നാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറയുന്നത്. എന്നാലും നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാലോ എന്ന് ചില ഇമാമികൾ ശ്രമം നടത്തുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ വലിയ അയിമ്മത്തിനോട് നിങ്ങൾ ആരെങ്കിലും ഒരു പ്രൂഫ് റീഡിംഗ് നിശ്ചയിക്കണം, നമ്മളൊന്ന് പറഞ്ഞു നോക്കുന്നേ ഉള്ളൂ എന്നവർ പറയുന്നുണ്ട്. ആയുധം വെച്ച് കീഴടങ്ങിയിട്ട് അബു അബ്ദില്ലാഹിൽ ഖുറശി തങ്ങൾ പറഞ്ഞ ഒരു ഡെഫിനിഷനിലേക്ക് നമുക്ക് പോകാം. നീ നിന്നെ ഇഷ്ടപ്പെടുന്ന മെഹബൂബിന് എല്ലാം കൊടുത്തിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ നിനക്ക് ഒന്നും ഇല്ലാതിരിക്കുക. എന്താ അബൂബക്കറെ, സ്വതക്ക ചെയ്യാൻ പറഞ്ഞിട്ട് മുഴുവൻ ചെയ്തു, ഇനി വീട്ടിൽ എന്താ ബാക്കിയുള്ളത്? ഒന്നുമില്ല. ഈ ഒരു ലെവലിലേക്ക് ഒരാൾ എപ്പോഴാണ് എത്തുന്നത്? അപ്പോഴാണ് ഹഖീഖത്തുൽ മഹബ്ബ എന്ന ലോകത്തിലേക്ക് എത്തുന്നത്. സ്വന്തത്തെ മറക്കുക. അതിനെ ചില അയിമ്മത്ത് പറഞ്ഞു ദബഹുൻ നഫ്സ്, സ്വന്തത്തെ ഇല്ലാതാക്കുക. സ്വന്തത്തിന് മൈൻഡ് കൊടുക്കണില്ല, അയാളെല്ലാം മഹബൂബിന് വേണ്ടി. അതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ, അബൂബക്കറിന്റെ സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ട അത്രയും ലോകത്ത് ഒരാളുടെ സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയത്. ശരിക്കും നമ്മളാണെങ്കിൽ ചിരിക്കും, അൽഹംദുലില്ലാ തങ്ങൾക്ക് ഇഷ്ടായല്ലോ, ഉപകാരപ്പെട്ടല്ലോ എന്നല്ലേ പറയാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്താ സിദ്ദീഖെ കരയണത്? മുത്തനബിയെ അബൂബക്കറിന്റെ സ്വത്ത് എന്നല്ലേ തങ്ങൾ പറഞ്ഞത്? അബൂബക്കറിന് അങ്ങനെ പ്രത്യേകിച്ച് സ്വത്തില്ലല്ലോ, അബൂബക്കർ എന്നെ തങ്ങൾക്കുള്ളല്ലേ, പിന്നെന്തിനാണ് തങ്ങൾ അബൂബക്കർ എന്ന് പറഞ്ഞേക്കുന്നത്? അബൂബക്കർ എന്ന് പറയണ്ടില്ലേ? അത് വേണ്ട നബി, അബൂബക്കറിനെ തന്നെ തങ്ങൾക്ക് തന്നല്ലേ. കണ്ടോ, ഗുഹയിലേക്ക് കയറുന്ന സമയത്ത് തങ്ങളൊന്ന് പുറത്തിരിക്കാവോ, മക്കാനൊക്കെ യാ റസൂലല്ലാഹ് തങ്ങളൊന്ന് പുറത്തിരിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ അബൂബക്കറെ, ഗുഹയിൽ വല്ല ഇഴജന്തുക്കൾ ഉണ്ടെങ്കിലോ? ഇഴജന്തുക്കൾ ഉണ്ടെങ്കിൽ കുത്തുമല്ലോ, കടിക്കുമല്ലോ. അപ്പൊ അബൂബക്കറിനെ, അതിന് അബൂബക്കർ ഇല്ലല്ലോ. ഗുഹയിലേക്ക് കയറിയിട്ട് ദ്വാരങ്ങളെല്ലാം അടച്ചു. കാലുകൊണ്ട് അടച്ച ദ്വാരത്തിൽ നിന്ന് വിഷപ്പാമ്പ് ആഞ്ഞുകുത്തി. കാലാണ് വലിക്കേണ്ടത്, പക്ഷെ വലിയില്ല. കാരണം ലോകരാജാവിന്റെ തലയണയാണ് ആ കാല്. അപ്പൊ പിന്നെ വലിയില്ല. കണ്ണിൽ നിന്ന് വെള്ളം വീണു. അത് അബൂബക്കർ തങ്ങളുടെ കൺട്രോളിൽ പെട്ടതല്ല, റിഫ്ലക്ഷനാണ്. മേ ബി സ്റ്റഡീഡ് ഫ്രം ഫിസിക്സ്. അതൊരു റിഫ്ലക്ഷനാണ്. ഉറ്റിയ ഉടനെ തന്നെ നബി തങ്ങൾ ഉറക്കം ഞെട്ടി. അബൂബക്കർ, എന്തു പറ്റി അബൂബക്കറിന്? രണ്ട് ഉത്തരം, ഒരു ഒറിജിനൽ ഉത്തരവും ചോദ്യത്തിന്റെ ഉത്തരവും കൊടുക്കട്ടെ. ചോദ്യത്തിന്റെ ഉത്തരവാണ് ആദ്യം കൊടുക്കുന്നത്. പാമ്പ് കടിയേറ്റതാണ് നബിയെ. ഒറിജിനൽ ഉത്തരത്തിലേക്ക് വരുന്നു. ഫിദാക അബീ വ ഉമ്മി യാ റസൂലുള്ളാഹ്, ഉറ്റിപ്പോയതാണ് നബിയെ, വിചാരിച്ചിട്ടുറ്റിയതൊന്നുമല്ല. എന്റെ ഉപ്പാനും ഉമ്മാനും വിറ്റിട്ടെങ്കിലും ഞാൻ തങ്ങളെ സംരക്ഷിക്കും, തങ്ങളെ എന്നോട് മാപ്പാക്കണം. ഈ ഫിദാക അബീ വ ഉമ്മി യാ റസൂലുള്ളാഹ്ക്ക് അനവധി താല്പര്യങ്ങളുണ്ട്. 200 തവണ സിദ്ദീഖ് തങ്ങളുടെ ഹയാത്ത് കാലത്ത് ആ പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട്. ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നുണ്ടല്ലോ, നല്ലൊരു ജോഡി ഡ്രസ്സ് കണ്ടിനല്ലോ അബൂബക്കറിന്റെ കയ്യിൽ, എവിടെ പോയി? അത് മൊത്തം കീറി കഷ്ണാക്കിയിട്ടല്ലേ ദ്വാരങ്ങൾ അടച്ചത്, പിന്നെയും ദ്വാരങ്ങൾ ബാക്കിയുണ്ട്. അപ്പോഴാണ് എന്റെ കാലുകൊണ്ട് അടച്ചത്, അവിടെ നിന്നാണ് പാമ്പ് കടിയേറ്റത്. അപ്പൊ ഇനിയുള്ള യാത്രയിൽ അബൂബക്കറിന് ഡ്രസ്സ് വേണ്ടേ? അതിന് അബൂബക്കർ ഇല്ലല്ലോ. അബൂബക്കർ തങ്ങളുടെ മനസ്സിൽ അബൂബക്കർ എന്ന് പറയുന്ന ആൾ ഉണ്ടാവുമ്പോഴല്ലേ എനിക്കെന്തേലും വേണം, എനിക്ക് ചീരണി കിട്ടിയില്ല, ചൊല്ലുന്ന ബുർദ കിതാബിന്റെ തലയണന്റെ അടുത്ത് വീഡിയോ ഓൺ ചെയ്യണം എന്നൊക്കെ കരുതുന്നത് ഞാൻ എന്ന് പറയുന്ന ഭാവം ഉണ്ടാവുമ്പോഴാണ്. അതെന്നാണോ നമ്മൾ കത്തിച്ചു കളയുന്നത്, ഇല്ലാതാക്കുന്നത്, അപ്പോഴേ മഹബൂബ് വരുള്ളൂ. അങ്ങനെ ചിന്തയുള്ളയാൾക്ക് ഘോഷയാത്രക്ക് കുറെ സെൽഫി എടുക്കണം എന്ന വിചാരം ഉണ്ടാവില്ല. അവരുടെ ചിത്രങ്ങൾ എവിടെയും പതിയണം എന്നില്ല. ആ ലോകത്തേക്കാണ് നമ്മൾ പതിയെ പതിയെ എത്തിച്ചേരും.
അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഉഹദ് എന്ന് പറയുന്ന ഒരു ലോകം പ്രണയത്തിന്റെ ഒരു പടക്കളത്തിന്റെ പേരാണ് ഉഹദ് എന്ന് പറയുന്നത്. ആ പർവ്വതം തന്നെ പ്രണയത്തിന്റെ ഒരു പര്യായമാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ നേരെ നിന്നിട്ട് പറയുന്നുണ്ട്, ശത്രുക്കൾ അമ്പയുന്നുണ്ട് നബിയെ, തങ്ങൾ അങ്ങോട്ടേക്ക് എത്തി നോക്കല്ലേ എന്ന്. എന്തേ? അമ്പ് തങ്ങളുടെ ദേഹത്ത് തട്ടും. അപ്പൊ അബൂ ദുജാനക്ക് ഇത് പറയുമ്പോഴേക്ക് അബൂ ദുജാന തങ്ങളുടെ പുറത്ത് 19 ഇരുമ്പിന്റെ അമ്പുകൾ പതിന് 19 ദ്വാരങ്ങളായി അതിൽ നിന്നൊക്കെ ബ്ലഡ് ഒലിക്കുന്നുണ്ട്. അപ്പോഴാ പറയണത്, മുത്തുനബി പ്ലീസ് നോക്കരുത്, തങ്ങളുടെ ദേഹത്ത് അമ്പ് പതിഞ്ഞു. അടുത്തയാൾ ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിക്കെതിരെ അമ്പ് വരുമ്പോ കയ്യിൽ പരിചയമില്ല, അവനായിൽ അമ്പുകളില്ല തിരിച്ചെയ്യാൻ. അപ്പോഴാണ് മുഖം വെച്ചു കൊടുക്കും. വെച്ച മുഖത്തിന്റെ നേരെ അമ്പ് കയറിയപ്പോൾ എന്താണ് മഹാനായ ഖതാദ തങ്ങൾ തിരിച്ചു ചെയ്തത്? ആ കേറിയ അമ്പ് പിടിച്ചു വലിച്ചു. എന്താണ് അങ്ങനെ ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ കണ്ണ് അറ്റുപോയി, ഞരമ്പിൽ തൂങ്ങി. ഈ കണ്ണെടുത്തിട്ട് തങ്ങളടുത്തേക്ക് പോയപ്പോഴാണ് തങ്ങൾ ഒറ്റ കരച്ച്. എന്താ ഖതാദ ചെയ്തേക്കണത്? കണ്ണല്ലേ പോയേക്കണത്, എന്താ മോനെ ചെയ്തേക്കണത്? അപ്പൊ ഖതാദ തങ്ങളുടെ മറുപടി, മുത്തുനബിക്കെതിരെ അമ്പ് വരുമ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവിടുന്ന് ഡബിൾ മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്തു. ഒന്ന് ഉമ്മനീര് പുരട്ടി തടവിയിട്ട് അറ്റുപോയ കണ്ണ് ഒട്ടിച്ചു. 2 നഷ്ടപ്പെട്ടു പോയ കാഴ്ച തിരിച്ചു കൊടുത്തു. അവിടുത്തെ കൈയെ കുറിച്ച് വെറുതെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, അവിടുത്തെ കൈ കൊണ്ട് ഒരു ഈന്തപ്പന മരം നട്ട് കൈ എടുക്കുമ്പോഴേക്ക് ആ ഈന്തപ്പന മരത്തിൽ മുഴുവൻ ഈത്തപ്പഴം പൂത്തുലഞ്ഞിട്ട്. ജൂൺ 5 6 ഈ കൈ എടുക്കുമ്പോഴേക്ക് അഖറ എന്ന് പറയുന്ന സ്വഹാബി കഷണ്ടിക്കാരനാണ്. ആ സ്വഹാബിയുടെ തലയിൽ കൈ വെച്ച് കൈ എടുക്കുമ്പോഴേക്ക് സൗന്ദര്യമുള്ള മുടി വളർന്നിട്ടുണ്ട്. നബിതങ്ങളുടെ ഓരോ അവയവത്തിന്റെ മുഅ്ജിസത്തും ബറക്കത്തും പറയാൻ വേണ്ടി മാത്രം ഇബ്നു ദഹിയ തങ്ങൾക്ക് ഒരു കിതാബുണ്ട്. ഞാൻ ആ ലോകത്തേക്ക് പോവല്ല, ഉഹദിലേക്ക് നമുക്ക് തിരിച്ചു. നുസൈബ റളിയല്ലാഹു അൻഹ പരിക്കേറ്റ കുടുംബാംഗങ്ങൾക്ക് വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കരുതലിലായിരുന്നു മഹദിയുടെ പുറപ്പെടൽ. യുദ്ധത്തിന്റെ ചില ഘട്ടങ്ങളിൽ മുസ്ലിമീങ്ങൾക്കെതിരെ വലിയ പ്രതിസന്ധികൾ വരുന്നു എന്ന് കണ്ടപ്പോൾ പടക്കടത്തിലേക്കൊന്ന് എത്തി നോക്കി. മുത്തുനബിയും വളരെ കുറഞ്ഞ സ്വഹാബത്തും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോ ഉമ്മു അമ്മാറ എന്ന് അറിയപ്പെടുന്ന നുസൈബ ബീവിക്ക് സഹിക്കാൻ പറ്റിയില്ല. പടക്കളത്തിലേക്ക് ഇറങ്ങി. അവരൊറ്റക്കായിരുന്നില്ല വീട്ടിൽ നിന്ന് വന്നത്. അവരുടെ ഭർത്താവ് സെയ്ദ് ബിൻ ആസിം റളിയല്ലാഹു അൻഹു, ആസിം ബിൻ സെയ്ദ് എന്ന് കാണാം ചരിത്രത്തിൽ റളിയല്ലാഹു അൻഹു. അവരുടെ 2 മക്കൾ അബ്ദുള്ള, ഹുബൈബ് റളിയല്ലാഹു അൻഹുമ. 4 പേരും കൂടിയാണ് വരുന്നത്. ഈ 4 പേരും കൂടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഫാമിലിയെ തന്നെ കണ്ടപ്പോ ബറക്കല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോ ഈ മഹദി പറയുന്ന ഒരു വർത്താനമുണ്ട്, മുത്തുനബിയെ ബർക്കത്തും റഹ്മത്തൊക്കെ വേണം, ഒന്ന് ദുആർക്കാവോ? എന്താ ദുആർക്കേണ്ടത് മോളെ? സ്വർഗത്തിൽ തങ്ങളുടെ ഒന്നിച്ച് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി, തങ്ങളെ കാണത്തക്ക വിധത്തിൽ ഒരു ഇരിപ്പിടം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാവോ എന്ന് പറഞ്ഞു. ദ്വാരന്നു കൊടുത്തു. അപ്പൊ ഈ മഹദി പറയുന്നുണ്ട്, ഇനി ദുനിയാവിൽ എന്ത് പരിക്കേറ്റാൽ എന്ത് പ്രശ്നം വന്നാൽ എന്താ? യഥാർത്ഥത്തിൽ സ്വഹാബത്തിനൊക്കെ അതാ വേണ്ടത്, അതാണ് വേണ്ടത്, തങ്ങളുടെ ഒന്നിച്ചുള്ള ഇടപെടൽ. അതാണ് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, അബിക്ക മർലൂനി, നിനക്ക് രോഗമുണ്ടോ സൗബാനെ? ഉണ്ട്. എന്ത് രോഗം? പ്രേമരോഗം. എന്ത് രോഗം? വീട്ടിലിരിക്കും എനിക്ക് തോന്നുന്നു തങ്ങളെ കാണാൻ പറ്റുന്നില്ലല്ലോ. എങ്ങനെ ഇടയ്ക്കിടെ കാണാൻ വരും, കണ്ട് തിരിച്ചു. പിന്നെയും എനിക്കൊരു തോന്നൽ, തങ്ങൾ വഫാത്താവും, ഞാൻ മരണപ്പെടും. ആഖിറത്തിലെത്തിയാൽ തങ്ങൾക്ക് ഉന്നത സ്ഥാനം കിട്ടും, എനിക്കൊക്കെ സ്വർഗം ലഭിക്കും. ശരി, സ്വർഗത്തിൽ തങ്ങളെ കാണാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ച് കരണ്ട് കണ്ണീരൊലിപ്പിച്ചിട്ട് ഇപ്പൊ രോഗം പിടിച്ചിട്ടുള്ളത്. ഇന്നും നാളെയും മറ്റന്നാളും 10 കൊല്ലം കഴിഞ്ഞിട്ടും 100 കൊല്ലം കഴിഞ്ഞിട്ടും അല്ല, സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഖിയാമത്ത് നാളും സ്വർഗവും നരകമൊക്കെ സംഭവിച്ച് സ്വർഗത്തിൽ തങ്ങൾക്ക് അത്യുന്നത സ്ഥാനം കിട്ടുമ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിൽ എത്തുമല്ലോ, തങ്ങളെ കാണാൻ പറ്റൂലല്ലോ എന്ന് ഓർത്തിട്ട് വീട്ടിലെ ചെറിയ മൂലയിൽ നിന്ന് കരയുന്ന സ്വഹാബിക്ക് രോഗം പിടിച്ചിത്ര. ഈ മഹബത്തിന്റെ മുന്നിൽ നമ്മൾ എന്താ പറയാ?
ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൽതഫത്തു യമീനൻ വലാ ശിമാലൻ, ഞാൻ ഇടതും വലതും തിരിഞ്ഞു നോക്കുമ്പോൾ ഉമ്മു അമ്മാറ എൻ്റെ കാവലിനുണ്ട്. 12 മുറിവുകൾ പരിക്കേറ്റിട്ട് മഹദി മലർന്ന് കിടക്കുമ്പോഴാണ് അവരുടെ മകൻ പോയി സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. ഇബ്നു ഖംഅ എന്ന് പറയുന്ന ദുഷ്ടനാണ് മഹദിയുടെ ഷോൾഡറിൽ കുത്തിയേക്കണം. മഹദി തിരിച്ചു കുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അയാൾ 2 പടയങ്കി തിരിച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്കൊന്നും ഏശുന്നില്ലായിരുന്നു. മഹദി അവിടെ മലർന്നു വീണു. മകൻ സംരക്ഷിക്കാൻ വേണ്ടി വന്നപ്പോൾ മകനോട് പറഞ്ഞു, എന്നെ അല്ല മോനെ നോക്കേണ്ടത്, ഞാൻ രക്തത്തിൽ കുളിച്ചാലും മുത്തുനബി അതാ പോരാട്ട വീതിയിൽ തങ്ങളെ സംരക്ഷിക്കൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തത്തെ മുഴുവനും ഇല്ലാതാക്കി മഹബൂബിനെ പ്രണയിച്ചുകൊണ്ടാണ് നമ്മൾ മഹബത്ത് വെക്കേണ്ടത് എന്നതുകൊണ്ടാണ് ബൂസിരി ഇമാം ബുർദയിൽ 1-ാം ഫസ്ല് യാക്രമയാക്കാതെ അമിൻ തദക്കുർജി എന്ന് തന്നെ ആക്കിയത്. അങ്ങനെ പറഞ്ഞാൽ ബൂസിരി ഇമാമിന്റെ ബുർദ തുടങ്ങുന്നത് എങ്ങനെയാണ്? നമുക്കൊന്ന് ബുർദ പഠിച്ചാലോ? കുറെ ആയല്ലോ കേരളം ബുർദ പാടുന്നത്. നമുക്കൊരു പഠന ലോകത്തേക്ക് പോയാലോ? ബുർദ ആലാപിക്കുന്ന കാലം കുറെ ആയില്ലേ ആലപിക്കുന്നത്? നമുക്കൊന്ന് പഠിച്ചാലോ? 1-ാമത്തെ ഫസ്ലിൽ നമുക്ക് ഇംഗ്ലീഷ് അറബി ലിറ്ററേച്ചർ ഒക്കെ പഠിച്ച കുട്ടികൾക്ക് അറിയാം. മെറ്റഫർ പഠിച്ച കുട്ടികൾക്ക് മജാസ് ഇസ്തിയാറത്ത് അറിയാം. തജ്രീദ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി എന്ന് പറഞ്ഞാൽ സ്വന്തത്തിൽ നിന്ന് സ്വന്തത്തെ തന്നെ ഊരിയെടുക്കുക, എന്നിട്ട് പുറത്തെത്തിച്ചിട്ട് സ്വന്തത്തോട് വേറൊരാളോട് ചോദിക്കുന്ന പോലെ ചോദിക്കുക. ആ ചോദ്യമാണ് ബൂസിരി ഇമാമിനെ പുറത്തേക്ക് എടുത്തിട്ട് കോടതി കയറ്റി. എന്നിട്ട് ചോദ്യം, അമിൻ തദക്കുർ ജിറാനി ബീദി സലം മസജ്തദ മഅൻ ജറാമി മുഖലത്തിനോടോ പ്രേമുണ്ടോ? പ്രേമം തലയിൽ കയറിയാൽ ഇങ്ങനെ പൊതുവെ സംഭവിക്കാറുണ്ട്. തിന്നൂല, കുടിക്കൂല, ഉറങ്ങൂല, മെലിയും, ശരീരത്തിന് യെല്ലോ കളർ വരും. അങ്ങനുണ്ടോ? ഉണ്ടോ? പിന്നെ ഒരു കാര്യം മറക്ക, പ്രേമൊന്നും അധികം മറച്ചു വെക്കാൻ കഴിയില്ല. പ്രേമ ഹൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്വാളിറ്റി ഉണ്ടോ? തുരുതുരാ ചോദ്യങ്ങൾ പോയപ്പോ ബൂസൂരി കോടതി എന്ന് മറുപടി പറഞ്ഞു, എനിക്കുണ്ട്. ഞാൻ പ്രേമിക്കുന്നയാൾ സ്വർഗത്തിൽ വന്ന് സ്വപ്നത്തിൽ വന്ന് കിനാവായി പോകുമോ എന്ന വിചാരത്തിൽ ഞാനിപ്പോ ഉറങ്ങാറില്ല. എനിക്ക് നേരിട്ട് എന്നെ കാണണം എന്ന് വിചാരിച്ചു. പിന്നെ എന്നെ നിങ്ങൾ കുറെ ഒന്നും ആക്ഷേപിക്കണ്ട. കുറെ നേരം ഞാൻ ചോദ്യങ്ങൾ കേട്ടിക്കണത്. എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. എന്താ പറച്ചിൽ? എന്റെ ഇതേ പ്രേമം നിങ്ങൾക്കും കിട്ടിയെങ്കിൽ നിങ്ങൾക്കും ഈ രോഗം വരും. പിന്നെ നിങ്ങൾ ഉപദേശം തെറ്റാന്നല്ല പറയണത്. ഞാൻ ഈ മഹബത്തിന്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ചെവിയിൽ ഫിറ്റാക്കിയോണ്ടേ ഹിജാബിനെതിരെ ട്രോളുന്നത് കേൾക്കാറില്ല. പെൺകുട്ടികളോട് ആദ്യം നിങ്ങൾ ഹിജാബ് ഇട്ടാൽ ആദ്യത്തെ ട്രോള് വരുന്നത് ഫാമിലിന്നായിരിക്കും. അതിനാണ് മഹബത്തിന്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇവിടെ ഫിറ്റ് ചെയ്യണം എന്ന് പറയണം. ഇന്നൽ മുഹിബ്ബാനിൽ ഫീ സമം. ചെവി പൊട്ടന്മാരെ നടക്കുക, ചെവി പൊട്ടന്മാരെ പോലെ നടക്കുക. അതാണ് ഈ ബൂസൂരി ഇമാമിന് ഉറക്കില്ല. എന്താ ശരിക്കും ഉറങ്ങണ്ടേ? നിയമത്തിന്റെ സ്കെയില് വെച്ചാൽ ഉറങ്ങണ്ടേ? മഹബത്ത് തലി കയറണവരിക്കും. ഇതാണ് ഉഹദിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഉഹദ് അതിന്റെ ഒരു ലോകമാണ്. മഹാനായ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ കാണാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്നുണ്ട്. നമ്മൾ സഅദ് ഇബ്നു റബീഅ തങ്ങളെ കാണുന്നില്ലല്ലോ, ഒന്ന് അന്വേഷിക്കും. കൊല്ലപ്പെട്ടവരുടെ ഇടയിൽ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവസാന ശ്വാസത്തിന്റെ ആ ഒരു നിമിഷത്തിൽ ചക്രശ്വാസം വലിക്കുന്ന ഘട്ടത്തിൽ ആ സ്വഹാബിയെ കാണുന്നത്. 70-ലധികം മുറിവുകൾ ആ ശരീരത്തിൽ ഉണ്ട്. അത്രയും സ്ഥലത്തുനിന്ന് ബ്ലഡുകൾ വരുന്നുണ്ട്. എന്തായിരിക്കും ആ ശരീരത്തിന്റെ ഒരു അവസ്ഥ? ആ സ്വഹാബിയോട് ചോദിച്ചു, എന്തുണ്ട് അവസ്ഥ? ഞാൻ സ്വർഗത്തിലെ വാസന അനുഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്റെ സന്തോഷം അറിയിക്കണം. പിന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ അൻസ്വാറുകളായ കൂട്ടുകാരോട് പറയണം, എന്റെ അന്ത്യശ്വാസം വരെ, എന്റെ അവസാന ശ്വാസം വരെ ഞാൻ തങ്ങളെ സംരക്ഷിക്കാനാണ് ജീവിച്ചേക്കുന്നത്. അൻസ്വാറുകളോട് പറയണം, കണ്ണൊന്ന് ഇമവെട്ടാനുള്ള ജീവൻ ബാക്കിയുള്ള കാലത്തോളം മുത്തനബിനെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞേക്കണേ. ഈ മഹബത്തിന്റെ മുന്നിൽ നമ്മുടെ മഹബത്തിനെ, നമ്മുടെ ഇടയ്ക്കിടെ ഒന്ന് അളന്നു നോക്കണം.
വീണ്ടും നമുക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് തന്നെ വരാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിക്കുന്നുണ്ട്. രണ്ട് ഗോത്രത്തിന്റെ ഇടയിൽ പ്രശ്നം തീർക്കാൻ വേണ്ടി തങ്ങൾ പോകുമ്പോൾ, മസ്ലഹത്തിന് പോകുമ്പോൾ ഇമാമക്കണം എന്ന്. ഇമാമത്തിന്റെ സമയം, ഇഖാമത്തിന്റെ സമയം. സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ബിലാൽ റളിയല്ലാഹുവിന് പെർമിഷൻ എടുത്ത് ഇഖാമത്ത് കൊടുത്തു. സിദ്ദീഖ് തങ്ങൾ ഇമാമം. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ തങ്ങൾ വന്നു എന്ന് സ്വഹാബത്തിന് മനസ്സിലായപ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ ചുരുണ്ട് 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 ഒന്നാം സഫിലേക്ക് തങ്ങൾ എത്തിച്ചു. ഫലമ്മ അഹസ്സ അബൂബക്കർ, സിദ്ദീഖ് റളിയല്ലാഹുവിനും മനസ്സിലായി തങ്ങൾ വന്നിട്ടുണ്ട്. തങ്ങളെ ഒന്നാം മെഹ്റാബിന്റെ ഏറ്റവും മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി സിദ്ദീഖ് തങ്ങൾ ബാക്കോട്ടേക്ക് വരാനൊരുങ്ങി. അപ്പോഴാണ് തങ്ങൾ പറയുന്നത്, ഖിഫിയ അബൂബക്കർ, അബൂബക്കർ അവിടെ നിൽക്കൂ, നിസ്കാരല്ലേ. സിദ്ദീഖ് തങ്ങൾ നിന്നിട്ടില്ലായിരുന്നു, ബാക്കോട്ടേക്ക് തന്നെ. തങ്ങൾ ഇമാമം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, യബ്ന അബി ഖുഹാഫ, അബു ഖുഹാഫ എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വാപ്പന്റെ പേര്. എന്താ മോനെ ഞാൻ പറഞ്ഞിട്ട് അവിടെ നിൽക്കാതിരുന്നത്? ഉത്തരം പറയേണ്ടത് സിദ്ദീഖ് റളിയല്ലാഹുവിനാണ്. നമുക്കൊന്ന് വെറുതെ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ? ഒരു സഭ, ഒരു സദസ്സ്, സ്വഹാബത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സ്. തങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ പറയുന്നുണ്ട്, ലോകത്ത് 360 നന്മ ഉണ്ട്. ഏതെങ്കിലും ഒരു നന്മ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തും. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചോദ്യം, അഫി ഖസ്ലത്തുൻ വാഹിദ, എനിക്ക് ഏതെങ്കിലും ഒന്നുണ്ടോ നബിയെ? എങ്ങനെങ്കിലും ഒന്ന് കഴിച്ചിലാവണം നബി. ആ പാവം നേതാവിന്റെ ചോദ്യത്തിന്റെ താഴ്മോക്കി, അഫി ഖസ്ലത്തുൻ വാഹിദ, എനിക്ക് ഏതെങ്കിലും ഒന്നുണ്ടോ നബിയെ? മോനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ലല്ലോ. മോനിക്ക് 360 ഉണ്ട്. ആദ്യമായിട്ട് പരലോകത്ത് വലത് കൈയിൽ കിതാബ് കിട്ടുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കാണ് എന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ശരിക്കും സിദ്ദീഖ് അങ്ങക്കല്ലേ കിട്ടേണ്ടത്? തങ്ങളുടെ മറുപടി, അബൂബക്കർ തങ്ങൾ മഹ്ശറിൽ കാല് കുത്തുമ്പോഴേക്ക് തന്നെ മലക്കൾ പൊക്കിയെടുത്ത് സ്വർഗത്ത് കൊണ്ടുപോകും, വെയിറ്റ് ചെയ്യാൻ സമയമില്ല, പിന്നല്ലേ കിതാബ്. ആ സിദ്ദീഖ് റളിയല്ലാഹുവിനോടാണ് ചോദ്യം, എന്താ മോനെ അബൂബക്കറെ ഞാൻ പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കാതെ ബേക്കോട്ടേക്ക് വന്നത്? യബ്ന അബി ഖുഹാഫ. അപ്പോൾ തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മറുപടി, ലോകത്ത് ആദ്യമായിട്ട് വലത് കൈയിൽ കിതാബ് കിട്ടാൻ പോലും സമയമില്ലാത്ത വണ്ണം സ്വർഗത്തിലെത്തുന്നയാൾ, 360 നന്മയും ലോകത്ത് മുഴുവൻ നന്മയും മേളിച്ചയാൾ, അമ്പിയാക്കൾക്ക് ശേഷം ആദ്യത്തിലെ സ്വർഗപ്രവേശനം അവർക്ക് ഉണ്ടാവും. പക്ഷേ അബൂ ഖുഹാഫന്റെ മോന് മുത്തുനബീന്റെ മുന്നിൽ നിൽക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല നബിയെ. അതിനൊന്നും നീ അബൂബക്കർ ആയിട്ടില്ലല്ലോ. സ്വയം താണു പോകുന്ന ഒരു പാട്ടിനെ ഉരുകി 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 ഖദീജ എന്ന് ത്വാഹ തങ്ങൾ പാടുന്നതിനെ കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്കിങ്ങനെ സ്വയം ഉരുകാൻ കഴിയണം. അതിനാണ് ദബഹുൻ നഫ്സ് എന്ന് പറയുന്നത്. അതിൻ്റെയാണ് തസവുഫിൻ്റെ ഭാഷയിലും ചില വർത്തമാനങ്ങൾ കിതാബുകളിൽ കൊണ്ടുവരുന്നത്. ബുർദയുടെ ഏത് ഫസ്ൽ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും ആദ്യ 2 ഫസ്ലുകൾ പഠിച്ചാൽ തന്നെ ഒരു നല്ല മനുഷ്യനാകും എന്ന് ബൂസിരി ഇമാം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എത്തണം. ഈ മഹബത്തിന്റെ ഒരു ലോകം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ ഓരോ സഹാബിമാരും അവരെ കൊണ്ട് ചെയ്യാനാവുന്നതിൻ്റെ ഏറ്റവും പരമാവധി. ഹിജ്റ വേളയിൽ തന്നെ ഒരു ഗ്ലാസ് പാല് കിട്ടിയപ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് നല്ല ദാഹമുണ്ട്. സിദ്ദീഖ് തങ്ങൾ തങ്ങൾക്കാ കൊടുത്തത്. 1/2 ഗ്ലാസ് കുടിച്ചിട്ട് തങ്ങൾ തിരിച്ചു കൊടുത്തു. ഒന്നുകൂടി കൊടുത്തു കുടിക്കാൻ പറഞ്ഞു, കുടിച്ചു. ഒന്നുകൂടി കുടിക്കാൻ നബിയെ വീണ്ടും കുടിപ്പിച്ചു. ഗ്ലാസ് കാലിയായി. തിരിച്ചു വാങ്ങിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നുണ്ട്, എൻ്റെ ദാഹം മാറി നബിയെ. ഞാൻ എന്ന് പറയുന്ന വേറൊരാളില്ല. തങ്ങളിലേക്ക് തങ്ങളോടുള്ള ജീവിതത്തിൻ്റെ ആ ഇഷ്ടം മഹബത്ത് കയറിയിട്ട് തങ്ങളുടെ ദാഹം മാറിയാൽ എൻ്റെ ദാഹം മാറി എന്നാണ് ആ പറയുന്നത്. ഇതർത്ഥം. അതുകൊണ്ടാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹിനോട് ചേർന്ന് നിന്നിട്ട് ഒരുപാട് അമ്പുകൾ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിയത്. അതുകൊണ്ടാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് നേരെ എതിരെ വരുന്ന അമ്പുകൾ സ്വന്തം കൈ കൊണ്ട് തടഞ്ഞിട്ട് ഈ 2 വിരൽ അറ്റുപോയത്, കൈ അശല്ലായത്, കൈക്ക് ശക്തിയില്ല. അതുകൊണ്ട് ആ ഉഹദിന്റെ ചരിത്രം പറയുമ്പോൾ പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയത്രേ, ഉഹദ് അത് മൊത്തം ത്വൽഹ കൊണ്ടുപോയതല്ലേ, മൊത്തം കൂലി ത്വൽഹക്കുള്ളതല്ലേ. വെറുതെ അല്ല. സുമ്മരിള അൻ നബി ബക്കരിൻ എന്ന് തുടങ്ങുന്ന 10 പട്ടാളക്കാര് മുത്തനബിയുടെ ഇഷ്ടക്കാരായത്. അവരുടെ എല്ലാം തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുഹിബുകളാവണം. എന്താണ് മഹബത്ത്? സ്റ്റാറ്റസിലും ഇൻസ്റ്റയിലൊന്നും ഇല്ലാത്തവണ്ണം നമുക്ക് മഹബത്ത് ഉണ്ടാവണം. മഹബത്തിന് 11 അടയാളങ്ങൾ അയിമ്മത്ത് എഴുതി വെക്കുന്നുണ്ട്. 3 ഒന്ന് ജസ്റ്റ് ഗ്ലാൻസ് ചെയ്ത് ഒരു ഓട്ടം നടത്തി പോകാം. 1,
നമ്മുടെ ജീവിതത്തിൽ കുറേയേറെ സുന്നത്തുകൾ ഉണ്ടാവണം. ഇപ്പോൾ ഓൺലൈൻ മജ്ലിസുകളുടെ കാലത്ത് പുതിയ എന്തെങ്കിലും അഞ്ചഹർഷുഹും അൽഅമൽ സമാവാത്തി എന്ന് പറയുന്ന 2 ദിക്ർ കിട്ടിയാലേ ഓഡിയൻസിന് സമാധാനമുള്ളൂ. അതിലേക്കല്ല മനുഷ്യന്മാരെ പോകേണ്ടത്. ഞാൻ 3 ഏരിയ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ തന്നെ ഇവിടെയുള്ള മുഅ്മിനീങ്ങൾക്ക് സാർത്ഥകമാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറയാം. കാമിലായി നിസ്കരിക്കാൻ ശ്രമിക്കുക. 3 തസ്ബീഹ് ചൊല്ലിയിട്ടേ അള്ള തന്ന തല അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് ഉയർത്തുള്ളൂ എന്ന് സുജൂദിനെ കുറിച്ച് ആലോചിക്കുക. 3 തസ്ബീഹ് ചൊല്ലിയിട്ടേ റുകൂഇൽ നിന്ന് നിവർന്ന് വരുള്ളൂ എന്ന് വിചാരിക്കുക. ആയിരക്കണക്കിന് സുന്നത്തുണ്ട് ഒരു നിസ്കാരത്തിന്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ 11 തസ്ബീഹ് എല്ലാം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് സമയം കണ്ടെത്തുന്നത് നന്നാവും. കാമിലായി നിസ്കരിക്കുക, അതന്നെ ആ മുത്തുനബിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. ആയിരക്കണക്കിന് മദ്ഹ് പാടുന്നതിനേക്കാൾ ഒരു വേള നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ദറജകൾ വർദ്ധിക്കാൻ ഈ നിസ്കാരം കൊണ്ട് കാരണമാകും. അതിലേക്ക് നമ്മൾ തിരിച്ചു വരണം, അതിലേക്ക് നമ്മൾ വരണം. കൃത്യമായി നിസ്കരിക്കുക. അവ്വൽ വക്ത് നിസ്കരിക്കണം, അതൊക്കെ വേണം. എന്നാലും നിസ്കരിക്കുമെന്ന് മട്ടത്തിൽ നിസ്കരിക്കുക. ലുങ്കിയും പനിയനും ഇട്ടിട്ട് ഭാര്യയോട് പറയാം, ഡ്രസ്സ് വേഗം ഇസ്തിരിടൂ, ഞാൻ ഒന്ന് വേഗം നിസ്കരിക്കട്ടെ. എന്തിനാ ഇസ്തിരിടുന്നത്? മൗലിദിന് പോകാൻ. മൗലിദിന് പോകുമ്പോൾ നല്ല ഡ്രസ്സ് ഇടണ്ടേ? അപ്പൊ നിസ്കാരം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. നിസ്കരിക്കുമ്പോൾ നല്ല ഡ്രസ്സ് ഇടുക, നല്ല സ്ഥലത്തു നിന്നാവുക, അവ്വൽ വക്ത് നിന്നാവുക. ഖുശൂ കിട്ടാനുള്ള ശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് പരമാവധി ഉണ്ടാവുക. രണ്ടാമത്തത് വുളു, കാമിലായി വുളു എടുക്കുക. തല മുഴുവൻ തടവിയാൽ 40 പ്രാവശ്യം വുളു എടുത്ത കൂലിയ. കിബിലക്ക് മുന്നിട്ടാൽ ജീവിതത്തിന് ഒരു സ്ഥലത്തും ദിശ തെറ്റൂല. ഇല്ല, ബിസ്മ ചൊല്ലിയിട്ട് വുളു എടുത്താൽ അവൻ ബിദ്അത്തുകാരനാവില്ല. ബിസ്മി ചൊല്ലിയിട്ട് വുളു എടുത്താൽ, ബിസ്മി ചൊല്ലിയിട്ട് വുളു എടുത്താലും ചൊല്ലാതെ വുളു എടുത്താലും തമ്മിലെ വ്യത്യാസം, ബിസ്മി ചൊല്ലാതെ വുളു എടുത്താൽ വെള്ളം എത്തിയ സ്ഥലത്തെ ദോഷം മാത്രമേ പൊറുക്കുള്ളൂ. ബിസ്മി ചൊല്ലിയിട്ട് വുളു എടുത്താൽ വെള്ളമെത്താത്ത ഹൃദയത്തിൻ്റെ പോലും ദോഷം പൊറുക്കും. 104 സുന്നത്തുകൾ ഏറ്റവും ചുരുങ്ങിയത് എഴുതി വെച്ച കിതാബുകളുണ്ട് വുളുഇന്. ഒന്ന് പഠിക്കൂ. ഇനി 3ാമത്തെ ഏരിയ, സുന്നത്ത് ശ്രദ്ധിക്കേണ്ട 3ാമത്തെ കാര്യം, എൻ്റെ ഉറക്കം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറക്കാവും. അത് ശ്രമിക്കുക. വുളുവോടെ ഉറങ്ങുക. ഇബ്രാഹിമിന് അദ്ഹർ റളിയല്ലാഹു അൻഹുവിന് വയറുവേദന നല്ല കടുപ്പത്തിൽ തന്നെ ഉണ്ട്. അതിസാരം ബാധിച്ചു, വയറ്റിന്ന് ഇങ്ങനെ ലൂസായി പോകുന്നു, സഹിക്കാൻ പറ്റണില്ല, നിവർന്ന് നീക്കാനാവുന്നില്ല. ഖർഖൂഷി ഇമാമിന്റെ തഹ്ദീബുൽ അസ്റാറിലുണ്ട് ചരിത്രം. വുളു എടുത്തു. വുളുവിന്റെ 2 റക്അത്ത് സുന്നത്ത് സ്കെച്ചിട്ട് ഉറങ്ങാൻ കിടന്നു. കുറച്ച് കിടന്നു, നല്ല ഉറക്കം കിട്ടി. പിന്നെയും വയറുവേദന ഇളകി, പുറത്തേക്ക് ഉളുമുറിഞ്ഞു. വീണ്ടും വുളു എടുത്തു, 2 റക്അത്ത് സുന്നത്ത് സ്കരിച്ചു, വീണ്ടും ഉറങ്ങി. ആ രാത്രി 70 തവണ ഉറക്കത്തിന് നെട്ടി വേദന കൊണ്ട് ആ 70 തവണയും വുളു എടുത്തു. ആ 70 തവണയും 2 റക്അത്ത് സുന്നത്ത് സ്കരിച്ചു. ആ സുന്നികൾ മുത്തുനബിയുടെ അടുത്തേക്ക് ഓടിപ്പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് സുന്നത്തുണ്ട് കൂട്ടുകാരെ? എന്തുണ്ട്? ഉറങ്ങാൻ നേരത്ത് ബിസ്മിക റബ്ബി വലാതു ജംബി എന്ന ദിക്ർ ചൊല്ലണം എന്ന് ഈ കാലത്ത് ഞാൻ പറഞ്ഞാൽ പുതിയ മാറ്ററൊന്നും അമ്മാനി നോക്കിയിട്ടില്ല എന്നാ തോന്നുന്നത് എന്നാണ് ഈ കാലത്തെ ഓഡിയൻസിന്റെ നിലപാട്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ലാ യുഅ്മിനു അഹദുക്കും എന്നാണ് ആമുഖത്തിൽ ഓതിയതെങ്കിൽ ഹത്താക്കൂന പുതിയ ഹദീസൊന്നും ഇല്ല എന്നാ തോന്നുന്നത്. ഈ കാലത്ത് നമുക്ക് തിരുത്താൻ കഴിയണം. ഇത് എവിടത്തേക്കാണ് നമ്മൾ പോകണത്? നമ്മൾ തിരുത്തണം. ഈ 3 ഏരിയ ശ്രദ്ധിച്ചാൽ തന്നെ ഡെയിലി ആയിരക്കണക്കിന് സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മഹബത്തിന്റെ 2ാമത്തെ അടയാളം, 11 അടയാളങ്ങൾ അയിമത്ത് എഴുതി വെച്ചതുണ്ട്. അതിലെ ആറ്റിക്കുറിച്ച 3 പറയാം എന്നേ വിചാരിക്കുന്നുള്ളൂ. 2ാമത്തെ അടയാളം കസറത്തു ദിക്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് അതാണ്. അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരാൾക്ക് തോന്നുകയാണ് എൻ്റെ ജീവിതമൊക്കെ കുറെ തെറ്റുകുറ്റങ്ങൾ കൊണ്ട് പോയി, നഷ്ടായി, വീഴ്ച വന്നു, ഇനി ഞാൻ നന്നാവില്ല. ഡിസ്പയർ ഇൻ ഗ്ലൂം, നിരാശയിൽ മുങ്ങിപ്പോയി. അയാളെ തിരുത്താൻ സ്വലാത്ത് കൊണ്ട് കഴിയും. സ്വലാത്തിന് മൾട്ടി ഡ്യൂട്ടി ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിലുള്ള ഹറാമ് പൊറുക്കാനും കഴിയും, വരാനിരിക്കുന്ന കാലത്ത് ശുദ്ധിയാക്കാനും കഴിയും. ഡെയിലി 40,000 സ്വലാത്ത് എല്ലിയ ഉസ്താദിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഷെഹറാൻ ഇമാം. 30,000 ചൊല്ലിയ വേറെ ഉസ്താദിനെയും പരിചയപ്പെടുത്തുന്നുണ്ട് മഹാൻ. 10,000 ചൊല്ലുന്ന അല്ലാമ ഷൂനിയും എൻ്റെ ഉസ്താദാണെന്ന് അഭിമാനത്തോടെ പറയുന്നുണ്ട് ഷെഹറാൻ ഇമാം. ഈ ഉസ്താദുമാരുടെ അനുഭവം പറയുന്ന കൂട്ടത്തിൽ ഷെഹറാൻ ഇമാം പറയുന്നുണ്ട്, ഈ ഉസ്താദുമാരൊക്കെ എന്നോട് പറയും, ഷെഹറാനി മുത്തുനബിയെ സ്വപ്നത്തിൽ ഒന്ന് കണ്ടാൽ പോരാ, വിചാരിക്കണ സമയത്ത് യഖ്ളത്തിൽ ഉണർവിൽ കാണണം. ഉസ്താദുമാരൊക്കെ അങ്ങനെയാണ്. ആ ലോകം പറഞ്ഞു പോകാം എന്നേ ഉള്ളൂ, ബർക്കത്തെടുക്കാം എന്നേ ഉള്ളൂ. നമ്മൾ സ്വലാത്തല്ല.
ഒരൊറ്റ സ്വലാത്തിന് 40 നേട്ടങ്ങൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങളുണ്ട്. ഒറ്റ സ്വലാത്തിന്, ഒരു സ്വലാത്ത് കൊണ്ട് വർഷങ്ങളോളമുള്ള തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമെന്ന് ഖസ്തല്ലാനി ഇമാം മസാലിക്കുൽ ഹുനഫയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരൊറ്റ സ്വലാത്തിന്. സ്വലാത്ത് ചൊല്ലുന്നവർ മാത്രമല്ല, സ്വലാത്ത് ചൊല്ലുന്നവരുടെ മക്കളെ മക്കൾ സ്വാലിഹീങ്ങളാകും എന്ന് അയിമ്മത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സ്വലാത്തിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇരുട്ട് വരാൻ സാധ്യതയുള്ള മുഴുവൻ ഇടങ്ങളിലും വെളിച്ചമാണ് സ്വലാത്ത്. ഒരു മനുഷ്യന്റെ അവയവത്തിൽ ഇരുട്ട് വരാൻ സാധ്യത ഹൃദയമാണ്. ഹൃദയം, അവിടെ വെളിച്ചമാണ് സ്വലാത്ത്. പോകുന്ന വഴിയിലെ ഇരുട്ടാണ് ഖബർ എന്ന് പറയുന്ന ജീവിതം, അവിടെ വെളിച്ചമാണ് സ്വലാത്ത്. സുറാത്ത് പാലം ഒരു ഇരുട്ട് വരാൻ സാധ്യതയുള്ള വഴിയാണ്, അവിടെയും സ്വലാത്ത് വെളിച്ചമാണ്. നമുക്ക് കഴിയണം. അപ്പോൾ ഒന്ന്, സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. 2, അവിടുത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹാജിയാർ ഇവിടെ സംഘടിപ്പിച്ച മദഹ് പരിപാടികളും മൗലിദൊക്കെ വെറുതെ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മുത്തുനബിയുടെ മദഹ് പാടിയ അബ്ബാസ് ബിൻ മിർദാസ് റളിയല്ലാഹു അൻഹുവിന് മുത്തുനബി കൊടുത്ത സമ്മാനം 100 ഒട്ടകമാണ്. മൗലിദുകളുടെ സംഘാടകരിക്കും സംഘടിപ്പിക്കുന്നവർക്കും പാടുന്നവർക്കൊക്കെ സമ്മാനങ്ങളേറെ ആഖിറത്തിൽ കാത്തിരിപ്പുണ്ട് എന്ന് കിതാബുകൾ പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന് ഖിദ്മത്ത് എടുക്കാൻ കൂടി നമ്മൾ ശ്രമിക്കുമ്പോൾ അത് മഹബത്തിൻ്റെ അടയാളമായി യൂസുഫ് നബഹാനി തങ്ങൾ അൻവാറുൽ മുഹമ്മദിയിൽ പറയുന്നുണ്ട്. അള്ളാഹു നമ്മളെ മുഹബ്ബീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.